ഇന്ന് വായിച്ചിരുന്നു. 2025 വരെ കോഴ നടന്നുണ്ട്. കോഴ നടത്താവുന്നിടത്തോളം നടത്തിയിട്ടുണ്ട്. അതാണ് അവസ്ഥ. ഈ വിഷയത്തിൽ കൂടുതൽ ആളുകളിലേക്ക് അറസ്റ്റിലേക്ക് കടക്കുമോ? അത് ഏതായാലും SIT ആണല്ലോ, തീരുമാനിക്കട്ടെ, അവര് തീരുമാനിക്കട്ടെ. ഏതായാലും കോടതിയിൽ എത്തുമ്പോൾ സർക്കാർ ഇടപെടും. PS പ്രശാന്തിനൊപ്പം മറ്റു ഉദ്യോഗസ്ഥരുടെ പേര് കൂടി കുറ്റപത്രത്തിലുണ്ടെന്നാണ് പറയുന്നത്. ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കണം എന്നാണ് ഗവൺമെന്റ് നിലപാട്. അതിൽ മാറ്റമില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരു ആക്ഷേപം ഉന്നയിക്കുന്നു. ഇത് ഞാൻ പറയുന്നത് ഞങ്ങളുടെ കാലത്ത് നടന്നതല്ല. അന്വേഷണം നടത്തിയത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. SITയിലെ അംഗങ്ങൾ ഉൾപ്പെടുത്തിയതിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത അഡീഷണൽ DGPക്കും പങ്കുണ്ടെന്നാണ് മാധ്യമങ്ങളിലെ വാർത്ത. ഏതായാലും ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. ഫൈനൽ കുറ്റപത്രം വരുമ്പോൾ കോടതിയിൽ ഞങ്ങളുടെ നിലപാട് അറിയിക്കും. മിനിസ്റ്റർ, കണ്ണൂരിലെ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാർ ആവശ്യത്തിന് ഇല്ല എന്നുള്ളൊരു പരാതി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് അത് മൊത്തത്തിൽ കേരളത്തിലൊരു ആക്ഷേപമുണ്ട്. അത് ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ റേഡിയേഷൻ ഉപകരണത്തിന്റെ കാലാവധി നവംബറിൽ അവസാനിക്കുകയാണ്. അപ്പോൾ സർക്കാരിന്റെ പുതിയത് വരും. സർക്കാരിന്റെ പരിഗണനയിരിക്കുന്നത് കേന്ദ്രത്തിലേക്ക് അത് മൂവ് ചെയ്താലാണ്. ഇതുവരെ മൂവ് ചെയ്തിട്ടില്ല. ഏതായാലും അതിന്റെ മൂവ്മെന്റ് നടത്തുന്നുണ്ട്. അത് കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് പുതിയ സംവിധാനം വരും. എല്ലാ കാര്യങ്ങളിലും അതിനാണ് ഈ അദാലത്ത് നടത്തുന്നത് തന്നെ. ഒരു ജില്ലയിലുള്ള മെഡിക്കൽ കോളേജ് മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെയുള്ള ന്യൂനതകൾ പരിഹരിക്കാനാണ് ഇതുപോലെ അദാലത്തുകൾ സർക്കാർ നടത്തുന്നത്. ഈ ഉപകരണത്തിന്റെ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മെഡിക്കൽ കോളേജിന്റെ എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ MLA അറിയിക്കാറുണ്ട്.